നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ ലൈസൻസ് ഇല്ലാതെ ടൂർ പാക്കേജുകൾ സംഘടിപ്പിച്ച ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് അടച്ചുപൂട്ടി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി. ചില യാത്രാ ടൂറിസം ഓഫീസുകൾ ആവശ്യമായ സുരക്ഷാ അനുമതികൾ നേടുന്നതിലും യാത്രയ്ക്ക് മുൻപ് ആവശ്യമായ നിയന്ത്രണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് ബഹ്റൈൻ പൌരന്മാർക്ക് സിറിയയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. യുവജനകാര്യ മന്ത്രാലയം ലേബർ ഫണ്ടുമായി പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന യൂത്ത് സിറ്റി 2030 യൂത്ത് മാർക്കറ്റ് ശ്രദ്ധേയമാകുന്നു. ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിലാണ് 15ാമത് യൂത്ത് സിറ്റി 2030 നടക്കുന്നത്. ജൂലൈ 12 ആരംഭിച്ച പരിപാടി ഓഗസ്റ്റ് 20 സമാപിക്കുക. ബഹ്റൈൻ യുവാക്കൾക്ക് അവരുടെ പദ്ധതികളും നൂതന ആശയങ്ങളും പ്രദർശിപ്പിക്കാൻ ഇടം നൽകുന്ന വാർഷിക സംരംഭങ്ങളിലൊന്നാണ് യൂത്ത് മാർക്കറ്റ് എന്ന് യൂത്ത് സിറ്റി അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർപേഴ്സൺ ഫാത്തിമ അൽ മജീദ് പറഞ്ഞു. 5 മുതൽ 17 വയസ്സ് വരെയുള്ള പ്രായക്കാർക്കായി സമർപ്പിച്ചിരിക്കുന്ന ലിറ്റിൽ മെർച്ചന്റ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നതിനൊപ്പം ചെറുപ്പം മുതലേ യുവാക്കൾക്കിടയിൽ സംരംഭകത്വ സംസ്കാരം വളർത്തിയെടുക്കുക എന്നത് ലക്ഷ്യമിട്ട് യുവജന പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിലും വിപണനം ചെയ്യുന്നതിലും യൂത്ത് സിറ്റി 2030 ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഫാത്തിമ അൽ മജീദ് കൂട്ടിച്ചേർത്തു. പുതിയ പദ്ധതികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും സംരംഭകരുടെ പങ്കാളിത്തത്തിന് വിശാലമായ അവസരങ്ങൾ നൽകാനും വിവിധ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനും അടുത്ത പതിപ്പുകളിൽ യുവജന വിപണിയുടെ ഇടം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും നിരവധി പങ്കാളികളും സന്ദർശകരും പരിപാടിയിൽ ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ നാടക പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച അകം നാടക ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് ക്യാമ്പിൽ പങ്കെടുത്തവർ അവതരിപ്പിക്കുന്ന ഞങ്ങോ നിങ്ങോ എന്ന കാരിക്കേച്ചർ നാടകം ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച വൈകിട്ട് 8:30 സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും. പ്രായോഗിക പരിശീലനത്തിന് നേതൃത്വം നൽകിയത് പ്രശസ്ത പരിശീലകനും തിയേറ്റർ ആക്ടിവിസ്റ്റുമായ ഉദയൻ കുണ്ടംകുഴിയാണ്. ഈ അവതരണം ആസ്വദിക്കുന്നതിനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹ്റൈനിലെ എല്ലാ നാടകാസ്വാദകരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി സമാജം ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ മലയാളി കുടുംബം ജൂലൈ 31 വെള്ളിയാഴ്ച സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ൽ പരം രക്തദായകർ പങ്കെടുത്ത ക്യാമ്പിൽ ബഹ്റൈനിലെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ രാജി ഉണ്ണികൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. BMK പ്രസിഡന്റ് ധന്യ മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി MSP നായർ ആനയടി സ്വാഗതം അറിയിച്ചു. ബഹ്റൈനിലെ അറിയപ്പെടുന്ന സംഘടനാ പ്രതിനിധികളായ PCWF പ്രസിഡന്റ് മുസ്തഫ പൊന്നാനി, ട്രഷറർ അൻവർ പൊന്നാനി, CNBK കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ പ്രസിഡന്റ് അൻവർ നിലമ്പൂർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. BMK ഉപദേശക സമിതി അബ്ദുൾ റഹ്മാൻ പാട്ല, എന്റർടൈൻമെന്റ് സെക്രട്ടറി സുബിൻ ദാസ്, എക്സിക്യൂട്ടീവ് അംഗം സൂരജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. രക്തദാന ക്യാമ്പ് മുഖ്യ അതിഥിയായി എത്തിയ രാജീവ് ഉണ്ണികൃഷ്ണനും സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് സ്റ്റാഫിനും BMK എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമന്റോ നൽകി ആദരിച്ചു. രക്തദാന ക്യാമ്പ് കൺവീനറായ BMK എന്റർടൈൻമെന്റ് സെക്രട്ടറി സുബിൻ ദാസിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ രാജീവ് ഉണ്ണികൃഷ്ണൻ മെമന്റോ നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു MK, ജോയിന്റ് സെക്രട്ടറി പ്രജിത്ത്, സ്പോർട്സ് വിംഗ് കൺവീനർ നിഖിൽ രാജ്, മറ്റംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. BMK ട്രഷറർ പ്രദീപ് കാട്ടിൽപ്പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി.
ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സൽമാനിയ ഏരിയ യൂണിറ്റ് പുനഃസംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച SNCS ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ യുണീക്കോ ഗ്രൂപ്പ് മേധാവി ജയശങ്കർ വിശ്വനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ യൂണിറ്റ് കൺവീനർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ യൂണിറ്റ് സെക്രട്ടറി ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ചു. SNCS ചെയർമാൻ സുനീഷ് സുശീലൻ, ജനറൽ സെക്രട്ടറി പ്രകാശ് KP, സൽമാനിയ ഏരിയ യൂണിറ്റ് രക്ഷാധികാരി അജിത് കുമാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി ഷിബു രാഘവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഏരിയ യൂണിറ്റ് കോർഡിനേറ്റർ സുരേഷ് ബാബു പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഏരിയ യൂണിറ്റിലെ അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. തുടർന്ന് രാജേഷ് അവതരിപ്പിച്ച സോളോ സാക്സഫോൺ വാദനവും DJ അന്നി നയിച്ച DJ ഷോയും ചടങ്ങിന് മാറ്റുകൂട്ടി. ശിഖ ഷിബു, രാജേഷ് പെരുങ്കുഴി എന്നിവരായിരുന്നു പരിപാടിയുടെ അവതാരകർ. അറബ് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദത്തിന്റെ സ്വാധീനത്താൽ ഗൾഫ് രാജ്യങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാനാണ് സാധ്യത. അറേബ്യൻ ഉപദ്വീപ്, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകൾ, UAEയുടെ ഉൾനാടൻ മരുഭൂമി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ചൂട് അതിശക്തമായിരിക്കും. അബുദാബിയിലെ അൽ ഷവാമേഖിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തി. ഈജിപ്തിൽ ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഈർപ്പം വർദ്ധിക്കാനും അനുഭവപ്പെടുന്ന ചൂട് ഇടയുണ്ട്. ഒമാൻ, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും കടുത്ത ചൂടും ഉയർന്ന ആർദ്രതയും തുടരുമെന്നും പ്രവചനമുണ്ട്. പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാനും പുറത്ത് ജോലി ചെയ്യുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും ആരോഗ്യ വകുപ്പുകൾ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീണ്ടും ഒരു ഇടവേള. വാർത്തകളിലേക്ക്. കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കൃത്യമായ അറിയിപ്പ് നൽകിയിരുന്നെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നലെ ഉണ്ടായത് അതിതീവ്ര മഴയാണ്. 6-ാം തീയതി മുതൽ മഴ വീണ്ടും കനക്കുമെന്നും IMD ശാസ്ത്രജ്ഞൻ അഖിൽ ശ്രീവാസ്തവ പറഞ്ഞു. ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഇന്നും നാളെയും മഴ കുറവായിരിക്കും, പക്ഷേ നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ ലഭിച്ച ഏറ്റവും കൂടിയ മഴ 36 സെന്റിമീറ്ററാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാരിന് ഗുരുതര പാളിച്ചയുണ്ടായി എന്ന പ്രതിപക്ഷ വിമർശനം ഉയരുന്നതിനിടെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദീകരണവുമായി രംഗത്തെത്തിയത്. മഴ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. മഴ മുന്നറിയിപ്പ് നൽകുന്നത് ഒട്ടനവധി ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് വിശദീകരിച്ചു. കേരളത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് 8 പേർക്ക്. 13 പേർക്കാണ് മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ പരിക്കേറ്റത്. 8 പേരെ കാണാതായിട്ടുണ്ട്. മഴയിലും മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 27 വീടുകൾ പൂർണ്ണമായി തകർന്നു. 196 വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 209 ക്യാമ്പുകളിലേക്കായി മാറ്റിയത് 5792 പേരെയാണ്. ഇന്നലത്തെ ദുരിതപ്പെയ്ത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് മഴയ്ക്ക് ആശ്വാസമുണ്ട്. മധ്യ കേരളത്തിൽ ഇന്നലെ വെള്ളപ്പൊക്കമുണ്ടായ പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. മഴയുടെ അളവ് കുറഞ്ഞെങ്കിലും ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിക്കുന്നു. അടിയന്തര സാഹചര്യം
സാഹചര്യങ്ങൾ നേരിടാൻ സർക്കാരും വകുപ്പും സജ്ജമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.